ഹലോ വാട്സ്ആപ്പ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അഞ്ചൽ ബ്ലാക്ക്. അപ്പോൾ ഗൈസ്, നമ്മൾ ഇന്ന് കളിക്കാൻ പോകുന്ന ഗെയിം എന്താണെന്ന് വെച്ചാൽ സൂപ്പർ ബേക്കറി സിമുലേറ്റർ. അപ്പോൾ ഗൈസ്, ഈ ഗെയിമിനെ പറ്റി പറയുകയാണെങ്കിൽ ഗൈസ്, ഒരു ബിസിനസ് ഫീൽഡ് നമുക്ക് കളിക്കാൻ പറ്റുന്ന ഗെയിമാണ്. അപ്പോൾ ഗൈസ്, ഇതാണ് നമ്മുടെ ബേക്കറി ഷോപ്പും. അപ്പോൾ ഈ ബേക്കറി ഷോപ്പിൽ നമുക്ക് കുറച്ച് പ്രൊഡക്ട്സ് അവർ തന്നിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ആ പ്രൊഡക്റ്റ് വെച്ചിട്ട് നമ്മൾ ഈ ബേക്കറി ഹൈ ടു ലോ ടു ഹൈ, അതായത് ബിൽഡ് ചെയ്ത് ഒരു ബിഗ് ബേക്കറി ആക്കാനാണ് നമ്മളൊരു ഉദ്ദേശം കേസ്. അപ്പം നമുക്ക് നമ്മളെ ബേക്കറി സ്റ്റേജ് കാണുമ്പോൾ തന്നെ അറിയാം, ഒരു റാക്കും അതുപോലെ തന്നെ ഒരു ബേക്കറി ഡിസ്പ്ലേ ആണ് നമ്മുടെ കയ്യിലുള്ളത്. അപ്പോൾ ഇത് വെച്ചിട്ടും അതുപോലെ തന്നെ കുറച്ച് പ്രൊഡക്ട്സ് ഉണ്ട്. ആ പ്രൊഡക്റ്റ് വെച്ചിട്ടായിരിക്കണം ഗൈസ് നമുക്ക് ഓരോ ബിൽഡ് ചെയ്ത് വന്നത്. അപ്പോൾ ഈ ഗെയിമിൽ ഒരുപാട് സ്റ്റേജ് ഉണ്ട് ഗൈസ്. അതുപോലെ തന്നെ ഈ ഐസ്ക്രീം ഷോപ്പൊക്കെ നമുക്ക് എടുക്കണം. അപ്പോൾ ഗൈസ്, ഈ ഗെയിമിൽ ഒരുപാട് ലെവലിൽ കഴിഞ്ഞ് കേസ് നമുക്ക് ഓരോ പ്രൊഡക്ട്സും കാര്യങ്ങളൊക്കെ എടുക്കണം. അപ്പോൾ കറൻലി നമ്മളിലേക്കുള്ള പ്രൊഡക്ട്സ് ആണ് ഇത്. അതുപോലെ തന്നെ ഇപ്പോൾ ഇവിടെ കാണുന്ന ആ റെഡ് ആയിട്ടുള്ള എല്ലാം കാണുന്ന പ്രൊഡക്ട്സ് നമുക്ക് ക്യാഷ് കൊടുത്തിട്ട് ഓരോ ലെവലിൽ കഴിഞ്ഞിട്ട് എക്സ്പാൻഡ് ചെയ്യണം. അതൊക്കെ ഒരു ലൈസൻസ് പോലെയാണ് അവർ പ്രൊഡക്റ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഗൈസ്, നമുക്ക് കറണ്ട് എക്സ്പാൻഷൻസും കാര്യങ്ങളും അതുപോലെ തന്നെ പല കാര്യങ്ങളും ഉണ്ട്. ഇതുപോലെ തന്നെ ക്യാഷ്യറിന് വെക്കാൻ സ്റ്റോറേജ് ലെവൽ, അങ്ങനെ പല പല കാര്യങ്ങളുണ്ട് ഗൈസ്. അപ്പോൾ അതിനൊക്കെ നമുക്ക് ലെവൽ അപ്ഗ്രേഡ് ചെയ്യണം. അപ്പോൾ ഗൈസ്, നമ്മളൊരു ബിസിനസ് ഫീൽഡിലാണ് ഈ ഗെയിം കളിക്കാൻ പോകുന്നത്. മാക്സിമം നമുക്കൊരു 6 അല്ലെങ്കിൽ 5 എപ്പിസോഡിൽ നമുക്ക് ഈ ഗെയിം തീർക്കണം ഗൈസ്. അപ്പോൾ നമുക്ക് ഈ ബാക്കിൽ നമ്മൾ വിചാരിച്ച ലെവലിനെക്കാട്ടി നമ്മൾ അപ്ഗ്രേഡ് ചെയ്യുന്നതായിരിക്കും ഗൈസ്. അപ്പോൾ നമുക്ക് ഈ ഗെയിമിലേക്ക് തുടങ്ങാം. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഗൈസ് ഒരു പ്രൊഡക്റ്റ് നമ്മളെ ബൈയിൽ ഓർഡർ ചെയ്തിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഗെയിമിൽ ഇപ്പോൾ നമ്മളെയൊക്കെ നോക്കി അറിയാം ആകെ ഗൈസ് $72 ആണ് നമ്മളൊക്കെ ഉള്ളത്. ആ ഡോളർ വെച്ച് ഗൈസ് അത് നമുക്ക് സാൻഡ്വിച്ച് നമ്മളെ ബാക്കിലെ ഡിസ്പ്ലേയിൽ കൊടുക്കും ഗൈസ്. അപ്പോൾ ഇതിൻ്റെ പ്രൈസ് നമുക്ക് സെറ്റ് ആക്കാനുണ്ട് ഗൈസ്. ഓക്കെ, അപ്പോൾ ഗൈസ്, നമ്മൾ ആ റേറ്റ് ഒക്കെ സെറ്റ് ആക്കണം ഗൈസ്. അപ്പോൾ നമ്മൾ അതിൽ പറയുന്ന പോലെ തന്നെയാണ് നമ്മളെ പ്രോഫിറ്റും കാര്യങ്ങളൊക്കെ എടുക്കുന്നത് ഗൈസ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്ത് കഴിഞ്ഞാലും അതൊരു വേസ്റ്റ് ബാസ്ക്കറ്റിൽ ഇടണം എന്നാണല്ലോ അതിൻ്റെ ഒരു ഇത്. അപ്പോൾ ഗൈസ്, നമ്മൾ അടുത്ത പ്രൊഡക്റ്റ് ഒരു ഹണിയാണ്. അപ്പോൾ ഗൈസ്, നമുക്ക് ഹണി നമ്മളെ റാക്കിൽ സെറ്റ് ചെയ്യാം ഗൈസ്. അപ്പോൾ ഓരോ പ്രൊഡക്ട്സ് നമുക്ക് ഇങ്ങനെ എടുത്തുകൊണ്ടേ ഇരിക്കണം. അപ്പോൾ ഗൈസ്, നമുക്ക് ഹണിയുടെ റാക്കിൽ സെറ്റ് ചെയ്ത ഗൈസ്. ഹണിയിൽ നമുക്ക് വെറും എത്രയാണ്, ഓ, പ്രോഫിറ്റ് കുറവാണ് ഹണിയിൽ നമുക്ക്. എന്നാൽ സോ ഗൈസ്, നമുക്കൊരു കുഴപ്പമില്ല ഗൈസ്. അടുത്തത് നമ്മളെ എൻഡ് ഡേ നോക്കിയിട്ടുണ്ടെങ്കിൽ നാളെയാണ് നമ്മളെ ഷോപ്പ് തുറക്കാൻ പോകുന്നത് ഗൈസ്. അപ്പോൾ നമ്മളെ ഓരോ എക്സ്പെൻസും കാര്യങ്ങളൊക്കെ നമുക്ക് ഒരു നോട്ടീസ് ആയിട്ട് തരും ഗൈസ്. അപ്പോൾ നമ്മളെ ഷോപ്പ് ഓപ്പൺ ചെയ്തിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ കസ്റ്റമേഴ്സ് എത്തും. ഓക്കെ, ഒരു ഫ്യൂ മിനിറ്റ്സിനകം കസ്റ്റമേഴ്സ് എത്തുന്നതാണ് ഗൈസ്. വെയിറ്റ് ചെയ്യാം. സോ ഗൈസ്, നമ്മളെ ഫസ്റ്റ് കസ്റ്റമർ ആണ്. ഒരു കോട്ടും സൂട്ടൊക്കെ ഇട്ടിട്ട് ഗൈസ് നമ്മളേക്കുന്ന സാൻഡ്വിച്ചും കാര്യങ്ങളൊക്കെ തന്നെ എന്തൊക്കെയാ. യെസ്, വെറും ഒരു സാൻഡ്വിച്ചാടാ, $2. ഓക്കെ, $2 ഏകദേശം ഒരു കറന്റ് $3 ആവാറായി. ക്രോസ് ചെയ്ത് റൗണ്ട് ചെയ്ത് പറയുകയാണെങ്കിൽ $3 പർച്ചേസ് ഉള്ളത്. അടുത്ത ടോട്ടൽ ഒരു ഡോണറ്റ് ആണ് ഓർഡർ ചെയ്തിട്ടുള്ളത്. കുഴപ്പമില്ല ഗൈസ്, നമുക്ക് നമ്മൾ വിചാരിച്ച പ്രോഫിറ്റ് കിട്ടില്ലേ ഗൈസ്? ചെറിയ കുട്ടികളെ കണ്ടില്ലടാ ഗൈസ്. അടുത്തത് 2 ലേഡീസ് ആണ്. ഓ ഗൈസ്, നമുക്ക് ലെവലപ്പ് അടിച്ചിട്ടുണ്ട് ഗൈസ് 3. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ എങ്ങനെ എത്ര പെട്ടെന്ന് 3 എത്തി ഗൈസ്? ഞാൻ ഈ ഗെയിമിൻ്റെ ഒരു രീതി മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ ഒന്ന് നേരത്തെ ഇൻസ്റ്റാൾ ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഗൈസ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ കുറച്ച് പ്രൊഡക്ട്സ് ഒക്കെ ഞാൻ ഒരു 2 ലൈസൻസ് ഞാൻ അൺലോക്ക് ചെയ്തിട്ടുണ്ട്. ഒന്ന് നമുക്ക് ഫ്രീ ആയി കിട്ടും, ഒന്ന് ഞാൻ അൺലോക്ക് ചെയ്തിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഗൈസ്, ഫ്യൂ മിനിറ്റ്സിനൊക്കെ നമ്മൾ ബാക്കിൽ എല്ലാം കാലമാക്കിയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ നമ്മൾ ഒരു ലൈസൻസ്, ഒരു $20 ലൈസൻസ് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മൾ അൺലോക്ക് ചെയ്തിട്ടുണ്ട് ഗൈസ്. അപ്പോൾ നമ്മൾ ഓക്കെ, ഇപ്പോൾ ആ പ്രൊഡക്ട്സിൽ കാണാം ഗൈസ്. ഇപ്പോൾ നമുക്ക് കുറേ പ്രൊഡക്ട്സ്, ഒരു 10 പ്രൊഡക്ട്സ് നമുക്ക് വന്നിട്ടുണ്ട് ഗൈസ്. അപ്പോൾ നമുക്ക് ഇതൊക്കെ ഒന്ന് ബൈ ചെയ്യാം ഗൈസ്. അപ്പോൾ നമ്മളെയൊക്കെ കുറച്ച് ക്യാഷ് ഉണ്ടല്ലോ, ഒരു $375 ഡോളറായിട്ട് നമ്മളെ കയ്യിലുണ്ട്. അപ്പോൾ ഗൈസ്, നമ്മൾ എല്ലാം ഓർഡർ ചെയ്യുമ്പോൾ തന്നെ നമുക്കൊരു $215 ആയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ നമുക്കൊരു ഫർണിച്ചറും കൂടി വേണം ഈ റാക്ക് വെക്കാൻ. അപ്പോൾ ഗൈസ്, നമ്മൾ $100 ഒരു ഫർണിച്ചറും കൂടി നമ്മൾ ഓർഡർ ചെയ്യാണ് ഗൈസ്. അപ്പോൾ ടോട്ടൽ എത്ര? യെസ് ഗൈസ്, $315 ഇപ്പോൾ കറസ്പോണ്ടിങ് ആയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ നമ്മളത് ബൈ കൊടുക്കാൻ പോവാണ് ഗൈസ്. അപ്പോൾ ബൈ കൊടുത്തിട്ടാണ് ഗൈസ്. അപ്പോൾ 315. ഓക്കെ ഗൈസ്, നമ്മളത് ബൈ അടിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഗൈസ്, നമുക്ക് ഡെലിവറിക്ക് കുറച്ച് ടൈം എടുക്കും ഗൈസ്. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം. സോ ഗൈസ്, നമ്മളെ എല്ലാ പ്രൊഡക്ട്സും വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഓർഡർ ചെയ്ത ഫർണിച്ചർ ആയിട്ടുള്ള റാക്കും കാര്യങ്ങളും എല്ലാതും വന്നിട്ടുണ്ട് ഗൈസ്. ആദ്യം നമുക്ക് ഫർണിച്ചർ റാക്ക് റെഡിയാക്കണം ഗൈസ്. ഒയ്യോ, ഫർണിച്ചർ റാക്ക് അല്ലേ ഓർഡർ ചെയ്തത്? ഓ, സോ ഗൈസ്, നമ്മൾ റാക്ക് എല്ലാം ഓർഡർ ചെയ്തിട്ടുള്ളത് നമ്മുടെ ബാക്കിൽ ഡിസ്പ്ലേ ആണ്. ഞാൻ റാക്കാണല്ലോ ഓർഡർ ചെയ്തത് ഗൈസ്. നമ്മളെ കൈ എവിടെയോ സ്ലിപ്പ് ആയിട്ടുണ്ട് ഗൈസ്. നമ്മൾ റാക്കല്ല ഓർഡർ ചെയ്തിട്ടുള്ളത്, നമ്മൾ ബാക്കിൽ ഡിസ്പ്ലേ ആണ് ഗൈസ്. ഓക്കെ, ഡോൺ വറി ഗൈസ്. നമ്മൾ കേക്ക് അതിൽ സെറ്റ് ചെയ്തു. അതുപോലെ തന്നെ ഇനി ഓരോ പ്രൊഡക്ട്സും ഗൈസ് നമ്മൾ അതിലേക്ക് സെറ്റ് ചെയ്യണം.
അടുത്തത് നമ്മൾ സാൻഡ്വിച്ച് ആണ് ഗൈസ് അതിൽ സെറ്റ് ചെയ്യാൻ പോകുന്നത് ഗൈസ്. സാൻഡ്വിച്ച് സെറ്റ് ചെയ്യാം. സാൻഡ്വിച്ചിന്റെ പ്രൈസ് ഒക്കെ നമ്മൾ ഓൾറെഡി സെറ്റ് ആക്കി വെച്ചിട്ടുള്ളതാണ് ഗൈസ്. ഓക്കെ ഗൈസ് ഗൈസ് നമ്മൾ സാൻഡ്വിച്ച് സെറ്റ് ചെയ്ത് പിന്നെ അടുത്തത് ഗൈസ് നമ്മൾ ഡോണറ്റ് ആണ് സെറ്റ് ചെയ്യാൻ പോകുന്നത്. ഗൈസ് ഡോണറ്റ് അതുപോലെ സെറ്റ് ചെയ്ത് ഗൈസ് നമ്മളെ ഡോണറ്റും അതുപോലെ തന്നെ നമ്മൾ അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഗൈസ്. അപ്പോൾ അടുത്ത പ്രൊഡക്റ്റ് നമ്മൾക്ക് എന്ത് ചെയ്യാം, സെറ്റ് ചെയ്യാം ഗൈസ്. ഓക്കെ ഫാസ്റ്റ് ഗൈസ് നെക്സ്റ്റ് പ്രോഡക്റ്റ് എന്താണെന്ന് വെച്ചാൽ ഗൈസ് ഒരു കുക്കീസ് ബിസ്ക്കറ്റ് ആണ് ഗൈസ് നമ്മൾ നെക്സ്റ്റ് പ്രൊഡക്റ്റ് അതിൽ കൊണ്ടുവച്ചിട്ടുള്ളത് ഗൈസ്. അടുത്തതാണ് ഗൈസ് ഒരു ചെറിയ പ്രശ്നമുണ്ട് ഗൈസ്. നമ്മൾ മിൽക്ക് പാല് ഗൈസ് നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ട് ഗൈസ്. അതിന് ഫ്രിഡ്ജ് വേണം ഗൈസ്. ഇപ്പോൾ ഫ്രിഡ്ജ് വാങ്ങാനുള്ള കറന്റ് ക്യാഷ് നമ്മളെ കയ്യിലില്ല ഗൈസ്. അതുകൊണ്ട് അവിടെ ഇരിക്കട്ടെ ഗൈസ്. അടുത്ത ഗൈസ് ഒരു ചോക്ലേറ്റിന്റെ പോലത്തെ ഒരു പ്രൊഡക്റ്റ് ആണ്, ചോക്കോസ് ഒക്കെ പോലത്തെ ഗൈസ്. അപ്പോൾ ഫൈനലി ഗൈസ് നമ്മൾ എല്ലാതും സെറ്റ് ചെയ്തിട്ടുണ്ട് ഗൈസ്. ഓക്കെ നമ്മുടെ ബേക്കറിയിൽ നമ്മൾ ഓർഡർ ചെയ്ത എല്ലാ സാധനങ്ങളും ഗൈസ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഇനി ഒരു ബേക്കറി ഡിസ്പ്ലേ അതായത് അതിലൊരു റാം നമുക്ക് ബാക്കിയുണ്ട് ഗൈസ്. അപ്പോൾ നമുക്ക് ഈ കപ്പ് കേക്ക്സ് നിറച്ചിട്ടുണ്ട്. അപ്പോൾ 2 കപ്പ് കേക്ക്സ് ഓൾറെഡി നമ്മളേക്ക് ഉണ്ട് ഗൈസ്. ഡോൺ വരെ അതുകൊണ്ട് കുഴപ്പമില്ല ഗൈസ്. ഓക്കെ അപ്പോൾ ഗൈസ് നമ്മൾ ഇന്നത്തെ ദിവസം നമ്മുടെ എൻഡ് ഡേ നോക്കിയിട്ട് ഗൈസ് നാളെയാണ് നമ്മൾ ഓപ്പൺ ചെയ്യാൻ പോകുന്നത് ഗൈസ്. അപ്പോൾ ഓക്കെ നമ്മൾ എൻഡ് ഡേ നമ്മളെ ഇന്നത്തെ വരവും ചെലവുകളും എല്ലാം കാണിച്ചു തന്നിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഓക്കെ നമ്മൾക്ക് നാളെ തുറന്നിട്ടുണ്ട് ഗൈസ്. അപ്പോൾ നമുക്ക് കട ഓപ്പൺ ആക്കിയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഓക്കെ നമ്മൾ വെയിറ്റ് ചെയ്യാണ് ഗൈസ് നമ്മളെ കസ്റ്റമേഴ്സിന് വേണ്ടി. അപ്പോൾ ഗൈസ് ഇനി ഈ പ്രൊഡക്ട്സ് മൊത്തം വിൽക്കണം ഗൈസ്. ആ പ്രൊഡക്റ്റ് മൊത്തം വിറ്റിട്ട് നമുക്ക് എത്ര ക്യാഷ് വരുന്നുണ്ട് എന്ന് ഗൈസ് നമുക്ക് നോക്കാം. അപ്പോൾ ഗൈസ് നമ്മുടെ കടയിലേക്ക് കസ്റ്റമേഴ്സ് ഒക്കെ വന്നിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഫസ്റ്റ് ഒരു റെഡ് ഷർട്ടിലുള്ള ആളാണ് ഗൈസ്. ഒരു കപ്പ് കേക്കും ഒരു സാൻഡ്വിച്ച് മാത്രമാണ് ഓർഡർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഗൈസ് കുഴപ്പമില്ല, നമുക്ക് പൂജ ചെയ്യാം. അപ്പോൾ ഗൈസ് കേക്ക് അങ്ങനെ കുറേ കസ്റ്റമേഴ്സ് വരുന്നുണ്ട് ഗൈസ്. അപ്പോൾ നമുക്ക് ഇത് ബിൽഡ് ചെയ്തിട്ട് വേണം ഓരോ ലെവലിൽ നമുക്ക് അപ്ഗ്രേഡ് ചെയ്യാൻ ഗൈസ്. ഒരാൾ ഒരു കൂടിപ്പോയ 4 പ്രൊഡക്ട്സ് ഒക്കെയാണ് ഗൈസ് നമുക്ക് എടുക്കുന്നത്. സോ പ്രശ്നമില്ല ഗൈസ്, നമുക്ക് ഇടാം ഗൈസ്. നമുക്ക് ഇത് അപ്ഗ്രേഡ് ചെയ്യണം. പുറത്ത് നിൽക്കുന്ന ആ ഐസ്ക്രീം മെഷീൻ അത് ഗൈസ് നമുക്കൊന്ന് അൺലോക്ക് ചെയ്യണം ഗൈസ്. അത് കുറച്ച് പ്രോഫിറ്റബിൾ ആണെന്നാണ് തോന്നുന്നത്. കാരണം ഐസ്ക്രീം ആകുമ്പോൾ അത് നമുക്ക് എത്രയോ ലെവൽ കഴിഞ്ഞാൽ മാത്രമാണ് ഗൈസ് നമുക്കത് എടുക്കാൻ പറ്റുന്നത്. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ ഇപ്പോൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഈ ഇതിൽ കുറച്ചും കൂടി ക്യാഷുകൾ അപ്ഗ്രേഡ് ചെയ്താൽ ഗൈസ് മാത്രമാണ് നമുക്ക് അടുത്ത ലെവലിലോട്ടും കാര്യങ്ങൾ അതായത് അടുത്ത സാധനങ്ങൾ വാങ്ങാൻ പറ്റുള്ളൂ ഗൈസ്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ എന്താ ചെയ്യുക നമ്മൾ. ഓക്കെ ഗൈസ് നമ്മൾ കട ഓപ്പൺ ആക്കില്ല, ആരെ ക്ലോസ് ആക്കി. അപ്പോൾ ഗൈസ് നമുക്ക് ഇനി എന്താണെന്ന് വെച്ചാൽ കുറച്ചും കൂടി ക്യാഷ് വേണം ഗൈസ്. അപ്പോൾ അതുകൊണ്ട് കുറേ ഈ വെച്ച പ്രോഡക്റ്റ്സ് തന്നെ നമുക്ക് ഇനിയും കുറേ സെല് ചെയ്യാനുണ്ട് ഗൈസ്. അപ്പോൾ നമ്മൾ ഈ വെച്ച പ്രോഡക്റ്റ്സ് തന്നെയാണ് ഇനിയും ഓർഡർ ചെയ്യുന്നത് ഗൈസ്. അപ്പോൾ അത് ഞാൻ ഇനി ഈ വീഡിയോയിൽ കാണിക്കണില്ല. അപ്പോൾ ഗൈസ് ഇനി അടുത്ത കുറേ ആൾക്കാരെ കുറേ കസ്റ്റമേഴ്സ് വന്ന് ഗൈസ് നമ്മൾ പ്രോഫിറ്റ് ഉണ്ടാക്കിയിട്ടാണ് ഇനി അടുത്ത സാധനങ്ങൾ വാങ്ങാൻ പോകുന്നത്. അതേതായാലും ഞാനിപ്പോൾ വീഡിയോയിൽ ഇടുന്നില്ല. അപ്പോൾ ഗൈസ് നമുക്ക് കുറേ അടുത്ത എപ്പിസോഡ് 2 ആകുമ്പോഴേക്കും അടുത്ത ഒരു 3 പ്രൊഡക്ട്സ് വാങ്ങാനുള്ള ലൈസൻസ് ആയാലും ഞാൻ അൺലോക്ക് ചെയ്തിട്ടുണ്ടാകും. അതിപ്പം വരുമ്പോഴേക്കും കടയുടെ വിധി തന്നെ മാറിയിരിക്കും ഗൈസ്. അപ്പം നമുക്ക് ഏതായാലും അടുത്തൊരു വീഡിയോയിൽ തന്നെ കാണാം ഗൈസ്. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ അതേപോലെ വീഡിയോയിൽ എന്തെങ്കിലുമൊക്കെ തെറ്റുണ്ടെങ്കിലും ഗൈസ് നിങ്ങൾ കമൻറ്റ് ചെയ്യുക,